ഹായ്, വെൽക്കം ബാക്ക് എവരി വൺ. നമുക്കിന്ന് ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയെക്കുറിച്ച് അതെങ്ങനെയാണ് നമുക്ക് ക്വിക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുക. അപ്പോൾ ഒരു റെഫറൻസ് ബുക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ, എയ്സ്റ്റർ ആൻഡ് ജെറി ഹിക്സ്. അപ്പോൾ അവരുടെ ബുക്ക് ഇച്ചിരി വലിയ ബുക്കാണ്, അപ്പം നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാം. ഇനി ഈ ഹൗ ദ ലോ ഓഫ് അട്രാക്ഷൻ ആക്ച്വലി വർക്ക് അക്കോർഡിംഗ് ടു സയൻസ്, സൈക്കോളജി ടുഡേ എന്ന് പറയുന്ന ജേണലിനകത്ത് വന്നൊരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ അതിനെ ഇത് നല്ല ഭംഗിയായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ ശരിക്കും ഇതൊരു കൺഫർമേഷൻ ബയാസ് ആണോ അതോ ആക്ച്വലി ഇതിൽ നടക്കുന്നുണ്ടോ, സെൽഫ് എഫിക്കസി ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈസ് മാനിഫെസ്റ്റേഷൻ റിയൽ, 5 സർപ്രൈസിങ് തിങ്സ് സയൻസ് സേ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതൊരു നല്ലൊരു ആർട്ടിക്കിളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഒരു സയൻറ്റിഫിക് ബേസിസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് തിങ്കിങ്ങും കൂടെ ഇതിനകത്തുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബിഹേവിയറിനകത്തും പെർഫോമിനകത്തും വരുന്ന ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് തിങ്കിങ് എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആക്ച്വലി ഹാർവാർഡ് ബിസിനസ് റിവ്യൂ തന്നെ അടുത്തിടെ ഒരു ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ പറഞ്ഞത് ഇത് ചെയ്യുമ്പോഴത്തേക്കും, ഈ ഒരു രീതി ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ 2006 കൺസൺസ്, ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കൺസൺസിൻ്റെ ഒരു സ്റ്റഡിക്കകത്ത് പോസിറ്റീവ് അഫർമേഷൻസ് റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് അവരുടെ സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞൊരു സ്റ്റഡിയുണ്ട്. അപ്പോൾ ആ സ്റ്റഡി നമുക്കിതിനൊരു പോസിറ്റീവ് റെഫറൻസാണ്. ഞാൻ ഇനി ലോ ഓഫ് അട്രാക്ഷനകത്ത് വരുന്ന നമുക്ക് ഇത് ഉപയോഗിക്കുമ്പം വരുന്നത്, അപ്പോൾ ഞാനിതൊരു സയൻറ്റിഫിക് ബേസ് തരാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരുപാട് അപ്പോൾ ഒരു ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ആയിട്ടുള്ള നമ്മൾ വേറെ പല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി ഇതിനകത്ത് വർക്ക് ചെയ്യും. അതിന് നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് എപ്പോഴും എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം ലൈക്ക് അട്രാക്ട് ദ ലൈക്ക് എന്നല്ലേ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് ആൾക്കാരിലേക്ക്, പോസിറ്റീവ് സിറ്റുവേഷൻസിലേക്ക്, പോസിറ്റീവ് എൻവയറമെൻറ്റിലേക്ക്, സർക്കംസ്റ്റൻസസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം നമ്മൾ ആ റിസൾട്ടുമായിട്ട് വളരെ ഫോക്കസ്ഡാണ്. അപ്പം പിന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് രണ്ടാമത് പറയേണ്ട കാര്യമില്ല. ഇതൊരു റാഷണലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു യുക്തിവാദികളുടെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എല്ലാം ഒന്നിലേക്ക് ചേർത്ത് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ശക്തമായ റിസൾട്ട് ഏത് കെട്ടിടവും, ഏത് കണ്ടുപിടുത്തവും, ഏത് ഇൻവെൻഷൻസും മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്ന സക്സസ് അവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു റാഷണലിസ്റ്റ് തോട്ട് നമുക്കിവിടെ അതിനൊരു ഇമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, ഒരു ദൈവവിശ്വാസിയുടെ ആംഗിളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരന് അതിൻ്റെ ഒരു തുള്ളി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ നമ്മുടെ സോളിൻ്റെ ആ ഒരു അംശം വെച്ച് നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമ്മുടെ ലൈഫിൽ നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നൊരു ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 2 വിധത്തിലും നമുക്കത് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എപ്പോഴും പോസിറ്റീവ് മാത്രമായി മാറുന്നു, വളരെ ഫോക്കസ്ഡ് ആണ്. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ പവർ ഓഫ് ബിലീഫ്. അപ്പോൾ നമുക്കവിടെ ഇതുമായിട്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റമായിട്ട്, അപ്പോൾ അത് ഈശ്വരനിൽ വിശ്വസിച്ചാലും ശരി, യുക്തിവാദിയാണെങ്കിലും ശരി, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്നെക്കൊണ്ടത് കഴിയും. ആ ബിലീഫ് സിസ്റ്റം കൊണ്ട് നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ആരംഭിക്കുവായി. അപ്പം ആ ഇൻഫ്ലുവൻസസ് ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ പഠിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസ്. സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ക്രൂഷ്യൽ ഒരു റോള്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡാണല്ലോ നമ്മൾ പറയാറുള്ള പ്ലസീബോ ഇഫക്റ്റ് തന്നെ. നമുക്ക് മരുന്നല്ലെങ്കിൽ പോലും നമ്മൾ മരുന്നാണെന്ന് വിചാരിച്ച് കഴിച്ചാൽ പോലും നമുക്ക് 45% പേര് ഹീൽ ചെയ്യുന്നു എന്ന് പറയുന്നത്.
അപ്പോൾ ഡോമിനൻറ്റ് തോട്ട്സ് എന്താണോ അത് നമുക്ക് പെർമനൻ്റ് ആകും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒരേ കാര്യത്തിലേക്കുള്ള തോട്ട്സ് തൗസൻഡ്സ് ഓഫ് ടൈംസ് നമ്മൾ അത് വെച്ച് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ശ്രദ്ധ അതിലേക്ക് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മിറർ ന്യൂറോൺസ് മുഴുവൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിന് പറ്റിയ ഒരു ബ്രെയിനായി മാറുക. എന്താണോ നമ്മൾ മനസ്സിൽ കണ്ടത് അതിന് പറ്റിയ ഒരു ബ്രെയിനായി നമ്മൾ മാറുകയാണ്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ നിന്ന് സംഭവിക്കുകയാണ്. അടുത്തത് നമുക്ക് യൂണിവേഴ്സൽ എനർജി ആയിട്ട് നമ്മൾ പ്ലഗ് ഇൻ ആകുന്നു, കണക്റ്റഡ് ആകുന്നു. ആ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഫ്ലോയിൽ നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുന്നില്ല, അതിൽ മാത്രം നമ്മൾ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പം മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ക്ലിയർ വിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നർച്ചർ വിത്ത് പോസിറ്റീവ് ബിലീഫ്. അപ്പം അത് കൂടെ തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന പോസിറ്റീവ് ഇമോഷൻ നമുക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിന് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡും കൂടെ നമുക്ക്. അപ്പോൾ എപ്പോഴും നമ്മളതിനെ പോസിറ്റീവ് സൈഡ് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും നമുക്കത് വർക്ക് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഇന്നർ ബ്ലോസം, അപ്പോൾ നമ്മുടെ ഒരു വളരെ കളർഫുൾ ഡ്രീംസ് ഉണ്ടാക്കിയിട്ട് ദാറ്റ് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു റിയാലിറ്റി. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ നമ്മൾ ഒരു ബോൾഡായിട്ട് ആ അംബീഷനിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവുക. അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി ഓരോ നിമിഷവും. അപ്പോൾ ഫ്യൂച്ചർ പ്രോമിസസിനെ നമ്മൾ അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമുക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് അതിൻ്റെ ഒരു മൈൻഡ് അത് സ്വീകരിക്കാൻ വേണ്ടി പ്രിപ്പയർഡായി വരുവാണ്. അപ്പോൾ നമ്മളെ ഈ ബ്രെയിൻ നമ്മൾ അകത്തുള്ളത് മാത്രമാണ് പുറത്ത് കാണുന്നത്, പുറത്തുള്ളതെല്ലാം നമ്മൾ അകത്ത് കാണുന്നില്ല. അപ്പോൾ അകത്ത് എന്താണോ ട്യൂൺ ചെയ്ത് വരുന്നത് അത് മാത്രം കാണാൻ പറ്റും. അപ്പോൾ ഇനിയും നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും അഫർമേഷൻസ് ഉപയോഗിക്കാം. അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഡിസയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഐ ആം ബിക്കമിങ് ഓർ ഐ ആം ഓൺ ദ പ്രോസസ്, ഇങ്ങനൊരു ഇതോടുകൂടി നമ്മൾ ഇത് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഓരോ മൊമെൻറ്റും നമ്മൾ ഇതിലേക്ക് മാത്രം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും നമ്മളൊരു വാംതായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ അഫർമേഷൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാജഡി, എല്ലാവർക്കും ഉള്ള ട്രാജഡി, ഇന്നലകളിൽ ജീവിക്കുക. നേരത്തെ ഉണ്ടായിട്ടുള്ള പരാജയം, നേരത്തെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിട്ടുള്ള റിജക്ഷൻസ്, പ്രോബ്ലംസ്, അനുഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് അത് കണ്ട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, വീട്ടിലൊരു കൊലപാതകമോ വീട്ടിലൊരു പെട്ടെന്നൊരു മരണമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പല സാധനം, അതായത് കത്തിച്ച് വെച്ച സാമ്പ്രാണിയുടെ സ്മെല്ല്, പുഷ്പങ്ങൾ നിരത്തി വെച്ചതിൻ്റെ സ്മെല്ല്, അങ്ങനെ അവിടെ വന്നിട്ടുള്ള പല സാധനങ്ങൾ, അവിടെ നിന്ന് കേട്ട സൗണ്ട്, ഇതുമൊക്കെ ആയിട്ട് നമ്മൾ അവിടെ അതിനുശേഷം ഉണ്ടാക്കിയ ആഹാരം, ഇതുമൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി അതുമാതിരി പുഷ്പങ്ങൾ നമ്മൾ എവിടെ കണ്ടാലും പെട്ടെന്ന് നമ്മൾ ആ മരണത്തെക്കുറിച്ച് പോകും. ഇല്ലെങ്കിൽ ആ സാമ്പ്രാണിയുടെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടായ മരണത്തെക്കുറിച്ച് പോകും. ആ സമയത്ത് എല്ലാ അമ്പലത്തിലും കത്തിച്ചു വെക്കുന്നതാണ്, അങ്ങനെ അതില്ല നമ്മൾ ചിന്തിക്കുന്നത്. ആ സമയമായിട്ട് നമ്മൾ ആ സ്മെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പ്രാണി കത്തിച്ചു വെക്കുന്ന സ്മെല്ല് ഇഷ്ടമല്ല. കാരണം ഡെത്ത് നടന്നെടുത്ത് ചെയ്യുന്നത്. ഞാനിതൊരു നെഗറ്റീവ് ട്രിഗറിങ് ഇമ്പാക്റ്റ് പറഞ്ഞതാണ്. അത് എന്നതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ഇമ്പാക്റ്റ്, അപ്പം നമ്മൾ ആങ്കറിങ്, കെട്ടിയിടുക എന്നുള്ള രീതിയിൽ NLPയുടെ. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ഈവൻറ്റ്സ്, പോസിറ്റീവ് അഫർമേഷൻസുമായിട്ട് അതിനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഈ പാസ്റ്റിൽ നടന്നതിലോട്ട് പോകാതെ ഈ മൊമെൻറ്റിൽ തന്നെ, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഈ മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ മൊമെൻറ്റിന് മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യു ക്യാൻ ക്രിയേറ്റ് ഓൺലി ദ ഫ്യൂച്ചർ അറ്റ് ദിസ് പർട്ടിക്കുലർ സെക്കൻഡ്. അപ്പോൾ ഈ സെക്കൻഡിലാണ് മൈൻഡിനെ അത് സൃഷ്ടിക്കാനുള്ള കഴിവ്. ആ നിമിഷത്തിൽ നമുക്ക് അഫർമേഷൻ വെച്ചിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു മൈൻഡിൻ്റെ പവർ വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിസിയേഷൻ. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും അപ്രിസിയേഷൻ, ജീവിതത്തിൽ ഏറ്റവും സുഖമുള്ള അവസ്ഥ, ഏറ്റവും ജോയിയസ് ആകുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച്, നമ്മളുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അതിൻ്റെ സുഖം നുകർന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൾട്ടിവേറ്റ് എ താങ്ക്ഫുൾ ഹാർട്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും
ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതണമെന്ന് പറയുന്നത്. അപ്പോൾ കൂടെ വോയിസിങ് അപ്രിസിയേഷൻ. അപ്പോൾ അത് എപ്പോഴും പ്രസൻറ്റ്, ആ പ്രസൻറ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറും. അപ്പം അതിന് വേണ്ടിയിട്ടൊരു റിച്വലായിട്ട് തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായി. അപ്പോൾ ഇനി വരാനായിട്ട് എന്തോ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡിനെ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മെഡിറ്റേഷൻസിനകത്തെല്ലാം അത് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആക്ഷൻ. വളരെ മാസീവായിട്ടുള്ള ആക്ഷൻ വേണം. അപ്പോൾ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ഇഗ്നൈറ്റഡ് ബൈ ആക്ഷൻ. എപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, അപ്പോൾ എന്താ വെച്ചാൽ ഈ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് കയറി പിടിക്കാൻ നമ്മൾ വളരെ പ്രിപ്പയർഡാണ്. അപ്പം ആ പ്രിപ്പയർഡ്നെസ്സും ഓപ്പർച്യൂണിറ്റിയോട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സക്സസ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ ഉണ്ടാകും. ഇറ്റ്സ് ഗോയിങ് ടു കം എവറി ഡേ നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്താണ്. അപ്പം വരാൻ പോകുന്ന കാര്യത്തിനെ ഗൈഡ് ചെയ്താൽ നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ അപ്പോൾ ആ ഒരു സംഭവങ്ങളുമായിട്ട് നമ്മുടെ ഹൃദയം അലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ബ്രെയിൻ ഒരു കാമ്പസ് പോലെ നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് വളരെ ഗൈഡഡ് ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾ എഴുതണം. ഈ ഗോൾ നമുക്ക് ഇപ്പം ബ്രിയാൻ ട്രേസി, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്, അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, റീകൺഫർമേഷൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ടൈനി ട്രയംഫ്, സ്മോൾ ട്രയംഫ് വിജയം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. എൻജോയ് ചെയ്തുകൊണ്ട് ഇനിയും വരാൻ പോകുന്നതിന്, അപ്പോൾ എങ്കിലും നമുക്ക് ഇനിയും വരാൻ പോകുന്ന മാനിഫെസ്റ്റേഷനെ കുറച്ചുകൂടെ ഉള്ളിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരിക്കലും ഫ്രസ്ട്രേഷൻ വരരുത്. അപ്പം ലെറ്റിംഗ് ഗോ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. അപ്പം നമുക്ക് ഒരു ദിവസം റിസൾട്ട് ഉണ്ടായില്ല, അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വന്നില്ലല്ലോ, ഈ മാസം വന്നില്ലല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. വരുന്നത് ഇങ്ങനെ ഇന്നല്ലെങ്കിൽ അത് വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്പെക്റ്റേഷൻ. കാരണം പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളുടെ മുന്നിൽ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർ ദ യൂണിവേഴ്സ് ഇസ് റീ അറേഞ്ചിങ് എവറിതിങ് ഫോർ യു. നമുക്ക് വേണ്ടിയിട്ട് അതിനെല്ലാം പ്രപഞ്ചശക്തി റീ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു വിശ്വാസം. അവിടെ നമുക്ക് ചെയ്യേണ്ടത് എംബ്രൈസ് ദ ഫ്ലോ. നമ്മൾ ഈ നദിയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്, ആ ഫ്ലോയിൽ നമ്മൾ മുകളിലോട്ട് ഒഴുകാൻ ശ്രമിക്കേണ്ട, ആ ഫ്ലോയുടെ കൂടെ നമ്മൾ അപ്പം സ്ലോവിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കുക. ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സ്. പിന്നെ നമുക്ക് അതിലേക്ക് പോകുന്ന എൻവയറമെൻറ്റ് ആൻഡ് എനർജി. നമ്മൾ എല്ലാ ദിവസവും എഗെയിൻ ആൻഡ് എഗെയിൻ യു ബാത്ത് ഇൻ ദ പോസിറ്റിവിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റാഗ്നേഷനിൽ നിന്ന് മാറി പുതുമയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. യു ആർ അലൈൻഡ് വിത്ത് ദ ഫ്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഹാർമണൈസ് ചെയ്യുകയാണ്, പ്രപഞ്ചമായിട്ട് ഹാർമണൈസ് ചെയ്ത്. അപ്പോൾ വീണ്ടും നമ്മൾ അഫേമിങ് ദ അബണ്ടൻസ്, അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം വന്നാലും ഫിയറോ ഡിലേയോ ഫ്രസ്ട്രേഷനോ നത്തിങ് ഈസ് ദെയർ. എങ്ങനെയൊക്കെ നമുക്ക് ചോയ്സ്, ഇനിയിപ്പം നാളെയും കിട്ടിയില്ല, ഈ മാസവും കിട്ടിയില്ല, ഈ വർഷവും കിട്ടിയില്ല, ബട്ട് ഇറ്റ് ഈസ് റീ അറേഞ്ചിങ്. അത് ഡിലേ ആകുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് അതിനൊരു റീസൺ കാണും. അപ്പം അവിടെ നമുക്ക് വീണ്ടും നമ്മൾ എന്തുവാണ് വാസ്റ്റായിട്ടുള്ള പോസിബിലിറ്റിയിലേക്ക് അഫേം യുവർ വർത്ത്. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ഷെയർഡ് വിൻസ്. നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ടൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് ഷെയർ ചെയ്യുക, അത് സെലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗീവ് ഫ്രീലി. അതാണ് നമ്മൾ ചാരിറ്റി ഒക്കെ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടെ സന്തോഷം ഉണ്ടാകാൻ കൊടുക്കുക. പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ യു ഓൾവേസ് യൂസ് ദ ലോ ഓഫ് ഗീവിങ്. അപ്പോൾ വീണ്ടും ഗീവിങ് കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് അബണ്ടൻസ് ബ്ലൂം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സീഡ് നമ്മൾ വിതച്ച് കഴിഞ്ഞാൽ അത് കിളുത്ത് വരാനായിട്ട്, അപ്പോൾ ഓൾറെഡി വി ഹാവ് സോൺ ദ സീഡ്, അപ്പോൾ കിളുത്ത് വരാനുള്ള ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് സെൽഫ് ലവ് ആൻഡ് ഫീൽ വെർദിനെസ്. അപ്പോൾ നമുക്ക് യു ബ്ലൂം ഇൻ ടു ദ ബെസ്റ്റ് സെൽഫ്. അപ്പോൾ അവിടെ നമുക്ക് നർച്ചർ യുവർ സെൽഫ് വിത്ത് സെൽഫ് ലവ്. വീണ്ടും കൊടുക്കുക പോസിറ്റീവ് അഫർമേഷൻസ്, റിച്വൽസ്. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ലാംഗ്വേജ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പം വാച്ച് പോസിറ്റീവ് എക്സ്പീരിയൻസസ് ഫ്രം അറൗണ്ട് യു. നമുക്ക് ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ഡിലേ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലേ എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്, ഇറ്റ് ഈസ് എമർജിങ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം, നമ്മുടെ ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനപ്പുറത്തേക്ക് എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഈ നാടും കൊണ്ടേ പറ്റുള്ളൂ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അൺലീഷിങ് യുവർ പൊട്ടൻഷ്യാലിറ്റി ബൈ
ഷെഡിങ് ദ സെൽഫ് ഡൗട്ട്. ചെറിയ ഡൗട്ടല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താ അഫർമേഷൻസ് വീണ്ടും കൊടുക്കുക. അപ്പോൾ ഹാർനസിങ് ദ പവർ ഓഫ് ജോയ്, നമ്മൾ സന്തോഷം. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്ത് സബ് കോൺഷ്യസിലേക്ക് നമ്മൾ കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി. അപ്പോൾ നമ്മളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൂടുതലുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിലാണ്. പോസിറ്റീവ് എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും അതെല്ലാം എടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും വീണ്ടും ചില എലമെൻസിന് ചില ആൾക്കാരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ അവരായിരിക്കും നമുക്ക് കൂടുതൽ സാധ്യതകൾ കൊണ്ടുതരുന്നത്. അപ്പം നമ്മൾ വൈബ്രൻ്റ് ഹെൽത്തിലും മൈൻഡ്ഫുൾ ഹാബിറ്റിലും അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള എന്ത് സംഭവിച്ചാലും അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട് തന്നെ കൊടുത്തുകൊണ്ട് തന്നെയുമല്ല വിഷ്വലൈസേഷൻ. അപ്പോൾ അവിടെ നല്ല വ്യക്തമായ വിവിഡായിട്ടുള്ള പിക്ചർ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്, വളരെ വ്യക്തമായ വിഷ്വലൈസേഷൻ. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നു, അത് എക്സിസ്റ്റൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് ഓൺ ദ വേ. അതുപോലെ തന്നെ പിന്നെയും നമ്മൾ ചിന്തിക്കണം, ഡിലേ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം യു എക്സാമിൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സ്പൗസ്, യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കീ ഫങ്ഷണറീസുമായിട്ടുള്ള അവിടെ ഹാർമണി ഉണ്ടോ? റിലേഷൻഷിപ്പിൽ ഹാർമണി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് അല്പം ഡിലേ വരും. അപ്പോൾ കൾട്ടിവേറ്റ് ലവ്, നമുക്ക് ബാക്കിയുള്ളവരോട് അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ഫോർഗീവ്നെസ്സിനുള്ള എന്തെങ്കിലും സാധ്യത, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാതിരുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം റിലേഷൻഷിപ്പ്, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്തി കണക്ഷൻസ്, അവിടെ എല്ലാം വീണ്ടും നമ്മൾ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ലോങ് ചെരീഷ് ഓൾ സസ്റ്റൈനബിൾ ലവ്, പിന്നെ അതുപോലെ തന്നെ ചെരീഷ് ദ ബ്യൂട്ടി ഓഫ് ദ പോസിറ്റീവ് ബോൺസ്, നല്ല ബന്ധങ്ങളുണ്ടാകുന്നത്. പിന്നെ നമ്മൾ വീണ്ടും വെച്ച് പുലർത്തേണ്ട നമ്മുടെ വളരെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള തിളക്കമാർന്ന പ്രൊഫഷണൽ ഗോൾസ്, വളരെ എംപവേർഡ് ആയിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക്. വീണ്ടും നമ്മൾ അഫർമേഷൻസ് ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. അഗെയിൻ വിഷ്വലൈസ് യുവർ ട്രയംഫ്, വിഷ്വലൈസ് യുവർ വിക്ടറി. ഓൾവേസ് നമുക്ക് പറയേണ്ടത് വിക്ടറി ഈസ് വെരി നിയർ. ഒരു വലിയ കെട്ടിടത്തിൽ നമ്മൾ അടുത്തെത്തിയതുപോലെ വിക്ടറി ഈസ് വെരി നിയർ. ആൻഡ് അഗെയിൻ ഫോർജിങ് മീനിങ് കണക്ഷൻസ്. നമ്മൾ ചില കണക്ഷൻസ് വരാത്തതുകൊണ്ടായിരിക്കും നമ്മളിലേക്ക് വരാതെ. സെറ്റിംഗ് അച്ചീവബിൾ മൈൽ സ്റ്റോൺസ് ആൻഡ് നമ്മൾ വീണ്ടും സെലിബ്രേറ്റിംഗ് ഈച്ച് സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പുകൾ. അപ്പം നമുക്ക് ഈ ഓരോ കാൽപ്പാടുകളും അല്ലെങ്കിൽ ഒരു കാൽവയ്പ്പുകളും നമ്മളൊരു പ്രൊഫഷണൽ ഫുൾഫിൽമെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ മറ്റൊന്നാണ്, നമ്മൾ പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില സ്കില്ലുകൾ നമ്മൾ അക്യൂർ ചെയ്യും. ആ സ്കില്ലിൻ്റെ കുറവായിരിക്കും ചിലപ്പോൾ നമ്മൾ ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്കില്ലുകൾ നമ്മൾ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയും നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ. അപ്പം ലേണിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തു. അപ്പം നമ്മുടെ എവല്യൂഷൻ നമ്മൾ വിഷ്വലൈസ് ചെയ്തു. അവിടെ നമുക്ക് ചെയ്യുമ്പം ജേണൽ പോകുന്നു, സെൽഫ് ഡിസ്കവറി നടത്തുന്നു, ഫൈൻ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദാറ്റ് ഈസ് ഇൻ എവരി സ്റ്റെപ്പ്, ഓരോ കാൽവയ്പ്പിലും. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈം ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടർ എങ്ങനെയാണോ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ ആ ഓർക്കസ്ട്ര എങ്ങനെയാണോ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പ്രയോറിറ്റി ഏറ്റവും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള അതിലേക്ക് നമ്മൾ. അപ്പം ഓരോ മൊമെൻറ്റും നമ്മൾ പോസിറ്റീവായിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡിലേ വരുംതോറും നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പോസിറ്റീവായിട്ട് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ കംപ്ലീഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്പിരിച്വാലിറ്റി ആൻഡ് കണക്ഷൻ. എല്ലാ സ്ഥലത്തും നമ്മൾ സ്പിരിച്വാലിറ്റിയും കണക്ഷനും അഫർമേഷനും അത് വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകും. അപ്പോൾ ഒരു ഇന്നർ ലാൻഡ്സ്കേപ്പ് നമുക്കിതെല്ലാം നടന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഈ വേവർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മതി, അതിലേക്ക് മാറിപ്പോണം. അതിന് പകരം നിങ്ങൾ പൂർണ്ണമായും 100% നിങ്ങൾ അതിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങണം. 100% അത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ള വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് സ്കൾപ്ചർ എന്നാണ്. മാറ്റമില്ലാത്തതാണ് നമ്മുടെ വിഷ്വലൈസേഷൻ. ഓരോ ദിവസം മാറാതെ അത് കാരണം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റമില്ലാതാക്കി തീർക്കുക. അപ്പം അങ്ങനെ നമ്മൾ
നമ്മൾ സ്ട്രെങ്ത് ആർജിച്ച് ഒരു സേക്രഡ് കണക്ഷൻസ് വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു ഡിവൈൻ ഇൻറ്റൻഷൻ പോലെ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് ഓരോ സ്റ്റെപ്പും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സ്റ്റേണൽ വാലിഡേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, റെക്കഗ്നേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പം നിങ്ങൾ വെക്കാൻ പോകുന്നൊരു വീടാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ വേർത്തും നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ വർത്തും അതിങ്ങനെ ഷൈൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ഫൈനലി ആയിക്കൊണ്ടിരിക്കുന്നു, മാറ്റമില്ലാതെ. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്തു വെച്ചപ്പോയ കാര്യങ്ങൾക്ക് കല്ലിലെഴുതിയ ചിത്രം പോലെ വ്യക്തത വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ഫൈനലി നമുക്ക് ഒരു മൈൻഡ് സ്കൾപ്ചർ പോലെ അകത്ത് വരണം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീണ്ടും പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിന് അനുബന്ധമായിട്ട് ഞാൻ മറ്റൊരു കൂടെ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പ്രാവശ്യം കണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെയല്ല, ഞാൻ ഇതിനകത്ത് വിഷ്വലൈസേഷനൊക്കെ മറ്റ് വീഡിയോസായിട്ട് അഫർമേഷൻസൊക്കെ മറ്റ് വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും പോയി ഇതെല്ലാം കൂടെ വീണ്ടും ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാം നിങ്ങൾ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി വിക്ടറി ഈസ് വെരി നിയർ. ഫൈനലി നിങ്ങൾ അവിടെ റീച്ച് ചെയ്യും. അതിനകത്തൊരു വലിയ കല്ല് നമ്മൾ 20 നില കെട്ടിടത്തിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇട്ടാൽ അത് താഴേക്ക് ആ ഗ്രാവിറ്റി കൊണ്ടുവരുന്നത് പോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനിലും മോളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടും ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. സയൻറ്റിഫിക്കലി ഇത് പ്രൂവൺ ആണ്. യു വിൽ റീച്ച് ദെയർ. ഓൾ ദി ബെസ്റ്റ്.